സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ വി രാജേഷ്. തിരുവനന്തപുരത്തിന്റെ മേയറായ ശേഷം വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഒന്നിച്ചു നടത്തിയ 2 സന്ദർശനങ്ങളും ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അവസാന നിമിഷം വരെ മേയർ പദവിയിലെത്തുമെന്ന അഭ്യൂഹം നിലനിർത്തിയ ശ്രീലേഖയെ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും വീട്ടിലെത്തി കണ്ടതായിരുന്നു ഒരു സന്ദർശനം. ഇരുവരും BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയതാണ് വൈറലായ മറ്റൊരു സന്ദർശനം. മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും വാഹനം BJP ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്ത ചിത്രം പങ്കുവച്ച് കെ സുരേന്ദ്രനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ 2ാമത്തെ സന്ദർശനം വൈറലാക്കിയത്. കേരളത്തിലെ ആദ്യത്തെ BJP മേയറും ഡെപ്യൂട്ടി മേയറും ഇന്ന് സംസ്ഥാന ഓഫീസിന് മുന്നിൽ അവരുടെ കാറുകൾ അഭിമാനത്തോടെ പാർക്ക് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ കേരള മുഖ്യമന്ത്രിയുടെ കാറും ഇവിടെ പാർക്ക് ചെയ്യും, അത് ഉറപ്പാണ് എന്നായിരുന്നു സുരേന്ദ്രൻ കുറിച്ചത്. ശ്രീലേഖയെ അനുനയിപ്പിക്കാനാണ് വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും വീട്ടിലെത്തിയെന്ന പ്രചരണവും വളരെ പെട്ടെന്ന് വാർത്തകളിൽ ഇടം പിടിച്ചു. രാവിലെ മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാക്കും മുമ്പ് ശ്രീലേഖ മടങ്ങിയിരുന്നു. ഇതോടെ മേയർ പദവി കിട്ടാത്തതിൽ ശ്രീലേഖയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വി രാജേഷിന്റെ സത്യപ്രതിജ്ഞ തീരും മുമ്പേ ശ്രീലേഖ കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തുപോയത് വലിയ തോതിൽ ചർച്ചയായി മാറുകയും ചെയ്തു. ഹാളിൽ രാജേഷിന്റെ സത്യപ്രതിജ്ഞയും ആഘോഷവും പൊടിപൊടിക്കുമ്പോഴാണ് അതിലൊന്നും ചേരാതെ ശ്രീലേഖ മടങ്ങിയത്. കൗൺസിൽ ഹാളിന് പുറത്തേക്കിറങ്ങി അതിവേഗം വാഹനം വിളിച്ചു പോയി. ഇന്നലെ ഉച്ചവരെ ഉറപ്പിച്ച മേയർ പദവി നഷ്ടമായതിന്റെ അതൃപ്തിയിലാണ് ശ്രീലേഖ എന്ന് പരസ്യമാക്കുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ശാസ്തമംഗലത്ത് മത്സരത്തിനിറക്കുമ്പോൾ തന്നെ സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ ഭരണത്തിലെത്തിയാൽ മേയർ പദവി ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തെന്നാണ് വിവരം. അധികാരം പിടിച്ച ശേഷവും സംസ്ഥാന നേതൃത്വം ശ്രീലേഖയെ ഉറപ്പിച്ചിരുന്നു. സംസ്ഥാന നേതൃനിരയിലുള്ള ചില നേതാക്കൾക്ക് വി രാജേഷിനോടുള്ള എതിർപ്പും ശ്രീലേഖയെ പിന്തുണയ്ക്കാനുള്ള മറ്റൊരു കാരണമായിരുന്നു. എന്നാൽ മുൻ അധ്യക്ഷന്മാരടക്കമുള്ള നേതാക്കളോട് ചർച്ച ചെയ്യാതെ ശ്രീലേഖയെ തീരുമാനിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര നേതാക്കളെ വിളിച്ച് കടുത്ത ആശങ്ക അറിയിച്ചതും പിന്നാലെ RSS ഇടപെടലും കൂടി ആയതോടെയാണ് പദവി രാജേഷിലേക്ക് എത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശ്രീലേഖയെ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും വീട്ടിലെത്തി കണ്ടതോടെ അനുനയിപ്പിക്കാനുള്ള നീക്കമെന്ന് പ്രചരണമുയർന്നു. എന്നാൽ പ്രധാന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നായിരുന്നു വി രാജേഷിന്റെ പ്രതികരണം. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പോയി കാണുന്നുണ്ടെന്നും അവിടെ നിന്നാണ് തുടക്കമെന്നായിരുന്നു രാജേഷ് പറഞ്ഞത്.